ആലപ്പുഴയിൽ കുട്ടികൾക്ക് നേരെയുള്ള തെരുവുനായ ആക്രമണത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടത് യുവമോർച്ച ജില്ലാ പ്രസിഡന്റിന്റെ പരാതിയെ തുടർന്ന്. തെരുവുനായ ആക്രമണത്തിൽ മരിച്ച സാഹചര്യത്തിലാണ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഹരിഗോവിന്ദ് പരാതിയുമായി ദേശീയ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത്. ആലപ്പുഴയിൽ പേവിഷബാധയേറ്റ് 2 കുട്ടികളാണ് അടുത്തിടെ മരിച്ചത്. കഴിഞ്ഞ മെയ് 30-നാണ് ഹരിപ്പാട്ടെ 2ാം ക്ലാസ്സുകാരൻ ദേവനാരായണൻ പേവിഷബാധയെ തുടർന്ന് മരിച്ചത്. വീടിന് സമീപം കളിച്ചുകൊണ്ട് നിന്ന കുട്ടിയെ തെരുവനായ ആക്രമിക്കുകയായിരുന്നു. സൈക്കിളിൽ പോകുമ്പോൾ തെരുവനായ കടിച്ചതിനെ തുടർന്ന് പേവിഷബാധയേറ്റ 9 വയസ്സുകാരൻ സാവൻ കൃഷ്ണയും മരണത്തിന് കീഴടങ്ങി. കുട്ടികൾക്ക് നേരെയുള്ള തെരുവനായ ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് യുവമോർച്ച ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ഹരിഗോവിന്ദൻ പരാതിയുമായി ദേശീയ ബാലാവകാശ കമ്മീഷനെ സമീപിച്ചത്. നമുക്ക് 2 കുട്ടികളുടെ ജീവനാണ് തെരുവുനായയുടെ ആക്രമണം മൂലം നഷ്ടപ്പെട്ടത്. ഹരിപ്പാട്ടെ ദേവനാരായണൻ്റെ മരണത്തിൻ്റെ നടുക്കം മാറുന്നതിന് മുന്നെയാണ് കഴിഞ്ഞ ദിവസം ചാരുമൂട് ഉണ്ടായ അനിഷ്ട സംഭവം. അതിനിടയിൽ ആറാട്ടുപുഴയിൽ ഒരമ്മയ്ക്ക് അതിക്രൂരമായിട്ട് തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. അതുപോലെ 2 വർഷത്തെ കണക്കുകൾ മാത്രം ആലപ്പുഴ ജില്ലയിലെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് 30,000-ന് മേലെ കേസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹരിഗോവിന്ദന്റെ പരാതിയിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് അടിയന്തര റിപ്പോർട്ട് തേടി. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ ഓഫീസ് ചുമതല വഹിക്കുന്ന രജിസ്ട്രാറുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് ഈ ഒരു പരാതി ഔദ്യോഗികമായിട്ട് കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്മേൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് ആ സമയത്ത് തന്നെ ഉറപ്പ് ബാലാവകാശ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് തന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറിൻ്റെ അടുത്ത് അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്ന് ഇതിന്മേൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ 35,214 പേർക്കും തിരുവനന്തപുരത്ത് 50,870 പേർക്കും കൊല്ലത്ത് 37,618 പേർക്കും കോട്ടയത്ത് 33,617 പേർക്കുമാണ് കഴിഞ്ഞ വർഷം നായയുടെ കടിയേറ്റത്. ജനം, ആലപ്പുഴ.